കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രണ്ട് റാഗിംഗ് വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒന്ന് പേരാമ്പ്രയിലെ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റൊന്ന് അത്തോളിയിലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് റാഗിംഗ് വാർത്തകൾ വന്നിരിക്കുന്നത്. +2 വിദ്യാർത്ഥികളായിട്ടുള്ളവർ +1 വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ മർദ്ദിച്ചു. അവർക്ക് വലിയ രീതിയിൽ പരിക്കു പറ്റി എന്നുള്ളതാണ് കാര്യം. നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 11-നാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ 2 വിദ്യാർത്ഥികളെ, മെഹബിൻ അതുപോലെ തന്നെ അബിൻ രാജ് എന്ന 2 വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള 5 പേർ ചേർന്ന് വലിയ രീതിയിൽ മർദ്ദിച്ചു. ബാത്റൂമിൽ കൊണ്ടുപോയി തലക്കും കഴുത്തിനുമൊക്കെ പരിക്കേൽപ്പിച്ചു. സ്കൂളിന് പുറത്തു വെച്ചും വലിയ രീതിയിൽ മർദ്ദിക്കുകയുണ്ടായി. അതിൽ അബിൻ രാജിന്റെ കഴുത്തിനും തലയ്ക്കും കാര്യമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവന്റെ ചെവിട് അടക്കി ഈ സൈഡിലാണ് അടിച്ചത്. നല്ല പരിക്കുകളുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ താലൂക്ക് ആസ്പത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. മെഹബിന്റെ തലയ്ക്കാണ് കാര്യമായിട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇരുവരെയും ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഇവരെയൊക്കെ അന്വേഷണ വിധേയമായി തന്നെ ഈ 5 വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പേരാമ്പ്ര പോലീസിൽ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പറയുന്നുണ്ട്. നേരത്തെയൊക്കെ ഈ സ്കൂളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടി എടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത് തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അതിൽ വിശദമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പറയുന്ന കാര്യം. എന്നാൽ അത്തോളിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെയും ഈ സീനിയർ വിദ്യാർത്ഥികൾ തന്നെയാണ് +1 ഒരു വിദ്യാർത്ഥിയെ വലിയ രീതിയിൽ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിദ്യാർത്ഥി സമരം, ആ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സ്കൂൾ വളരെ നേരത്തെ വിട്ടിരുന്നു. അങ്ങനെ വിട്ട സമയത്ത് ഈ ബലമായി ഈ വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോയി കൂട്ടമായി ചേർന്ന് 5 വിദ്യാർത്ഥികൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. വയറിനും കാലിനുമൊക്കെ കാര്യമായ രീതിയിൽ പരിക്ക് പറ്റിയും ഈ വിദ്യാർത്ഥിയെ, ഈ ജൂനിയർ വിദ്യാർത്ഥിയെ, +1 വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലും ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നടപടി, ഈ മർദ്ദിച്ച ആരോപണ വിധേയരായിട്ടുള്ള 5 വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അന്വേഷണ വിധേയമായ സസ്പെൻഷനാണ്. അതിൽ അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ, ഇവരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു നീക്കമുണ്ടാവുക എന്നും സ്കൂളിൽ നിന്ന് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം പോലീസ് ഈ 2 വിഷയങ്ങളും പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുമുണ്ട്.